ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്, പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ഞാനിത് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയൊരു വീഡിയോ ആണ്. നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു ട്രാവൽ പോകുന്നതാണ്, ഒരു യാത്ര പോകുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ആദ്യക്കുട്ടീൻ്റെ ഫസ്റ്റ് മൊട്ടയടിക്കൽ ചടങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടി കുമാരകോവിൽ പോകുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു മോർണിംഗ് 7:30 ഒക്കെ ആയപ്പോഴും ട്രാവൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു 9:30 ഒക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. പോകുന്ന വഴിയൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ ആ രാവിലെ ആയതിൻ്റെ ഒരു ഫ്രഷ്നെസ്സും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അധികം വീടൊന്നും ഇല്ലാത്തത് കാരണം നല്ല രസമായിരുന്നു പോകാനൊക്കെ. ആൻഡ് ഫൈനലി ഞങ്ങൾ അവിടെ എത്തി ചടങ്ങിൽ നടക്കുകയാണ്. അങ്ങനെ മോൻ്റെ അവൻ്റെ മുടിയെടുക്കാൻ തുടങ്ങിയ സമയത്ത് അവൻ കരയാൻ തുടങ്ങി കേട്ടോ. അന്നേരം ചെറിയൊരു വിഷമമൊക്കെ ഫീൽ ചെയ്തു. ബട്ട് സ്റ്റിൽ ഇത് നമ്മുടെ ഒരു ചടങ്ങിൻ്റെ ഭാഗമാണല്ലോ, അപ്പം തീർച്ചയായിട്ടും അത് ചെയ്തേ പറ്റുള്ളൂ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവനെ കുളിപ്പിച്ചു. തലയിൽ ചന്ദനമൊക്കെ പൂശുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു തല തണുക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല, എൻ്റെ സയൻറ്റിഫിക് റീസൺസ് ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ചന്ദനമൊക്കെ തേച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ദർശനത്തിന് വേണ്ടി കയറുമായിരുന്നു കേട്ടോ. എനിക്ക് അമ്പലത്തിൻ്റെ ചുറ്റുപാടുമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പൊതുവേ ആ ഒരു തമിഴ് കൾച്ചർ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൂ ചൂടുക, സാരി ഡ്രേപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള മീൻസ് ആ ഒരു തമിഴ് കൾച്ചറുമായിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഇങ്ങനെ താലം കൊണ്ടുപോകുക അമ്പലത്തിൽ, ഇതൊക്കെ എനിക്ക് എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങളിലൊന്നാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇതുപോലെ നമ്മുടെ കേരളത്തിലല്ലാണ്ട് ഒരു അമ്പലത്തിൽ പോകുന്നതും അവിടുത്തെ ആ ഒരു കൾച്ചറിൻ്റെ ഭാഗമാകാൻ കഴിയുന്നതൊക്കെ എനിക്ക് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിലെനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആൻഡ് മാത്രമല്ല, അമ്പലത്തിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു. അവിടുത്തെ പൂജകൾ പോലും നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റമുള്ളതാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നല്ല രീതിയിൽ തൊഴുത് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. ഒത്തിരി കുരങ്ങന്മാർ. പിന്നെ കുറച്ച് നേരം അവിടെ നിന്നു അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കരുത്. പിന്നെ ഫുഡൊന്നും കൊടുത്തവരാരും എൻകറേജ് ഉണ്ടായിരുന്നില്ല. മേ ബി എനിക്ക് തോന്നുന്നു അറ്റാക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാവാം, എനിക്കറിയില്ല. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങുമായിരുന്നു. എനിക്ക് അവിടുത്തെ ആ ഒരു അമ്പലത്തിൻ്റെ ചുറ്റുപാടായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. ഭയങ്കര ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അമ്പലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നിന്നു. അവിടെ നിന്ന് പ്രസാദമൊക്കെ വാങ്ങി നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ആക്ച്വലി വീട്ടിൽ നിന്ന് തന്നെ ചെയ്തിട്ട് കൊണ്ടുപോകായിരുന്നു ഉണ്ടായിരുന്നത്. അത് കാരണം ഞങ്ങളൊരു സ്ഥലം കണ്ടെത്തി അവിടെ ചെന്ന് ഇരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ആകെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. എന്താ പറയാ, വിശക്കുന്നു, കഴിക്കുന്നു, അത്ര തന്നെ. വേറെ നമ്മൾ നല്ലൊരു സ്ഥലം കണ്ടുപിടിച്ച്, നല്ല സ്പോട്ട് കണ്ടുപിടിച്ച് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയും കൂടെ കുഴച്ച് കഴിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അടുത്ത് തന്നെയുള്ള മേലാങ്കോട് ക്ഷേത്രത്തിലായിരുന്നു കേട്ടോ. അവിടെയും ഈ പറഞ്ഞ പോലെ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു മേ ബി വീക്ക് ഡേയ്സ് ആയത് കാരണമായിരിക്കാം അങ്ങനെ തോന്നിയത്, എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഭയങ്കര കാം ആൻഡ് പീസ്ഫുള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് പ്രസാദം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. നല്ല ടയേർഡായിരുന്നു. നേരെ പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അവിടുത്തെ മട്ടം ബീച്ച് എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. എനിക്കറിയില്ല കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ആണോ എന്നറിയില്ല. മട്ടം ബീച്ച് എന്ന് പറയുന്ന ഒരു ബീച്ചിലേക്കായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും നല്ല വെയിലായിരുന്നു. വെയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരെ നോക്കാൻ പറ്റുന്നില്ലായിരുന്നു. ആക്ച്വലി നല്ല കരിഞ്ഞു പോകുന്ന വെയിലായിരുന്നു. ബട്ട് സ്റ്റിൽ അവിടം വരെ പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ ബീച്ച് വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു.
ഈ പറഞ്ഞ കൂട്ട് കുറച്ചധികം നടക്കാനുണ്ട്. നല്ല വെയിലായത് കാരണം തന്നെ അത് ഇച്ചിരി പാടായിരുന്നു. എന്ന് വെച്ചാൽ ഇത്രയും വെയിലത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാമെന്നുള്ളത് ഇച്ചിരി പാടായിരുന്നു. പക്ഷേ വൺസ് ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ വന്നത് വെറുതെ ആയിട്ടില്ലായിരുന്നു. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഒരു കോവളം, ട്രിവാൻഡ്രം കോവളം ബീച്ചൊക്കെ പോലെ ഫീൽ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ആയിരുന്നു കേട്ടോ. ആ ബീച്ച് കാണുമ്പോഴത്തേക്ക് എക്സാക്ട്ലി നമുക്ക് കോവളം പോലെ ഫീൽ ചെയ്യുമായിരുന്നു. അങ്ങനെ ഭയങ്കര വലിയ തിരയും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറേ നേരം കുഞ്ഞുങ്ങളായിട്ടൊക്കെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കാറി കയറിയപ്പോൾ ഞാൻ ഉറങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഉണരുന്നത് ഇവിടെ എത്തിയപ്പോഴായിരുന്നു. ഇത് ഏകദേശം നമ്മുടെ നെയ്യാറ്റിൻകര ഒക്കെ എത്തിയപ്പോഴായിരുന്നു ഞാൻ കണ്ണ് തുറന്നത്. പിന്നെ വന്ന് ഫുഡൊക്കെ കഴിച്ചു. ഈവനിങ് അന്നേരം ഒരു 6:30 ഒക്കെ ആവാറായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് പൊറോട്ടയും ചിക്കനൊക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ കഴിച്ചത് ഇതായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു ഞങ്ങൾ തിരികെ വീട്ടിൽ പോരുമായിരുന്നു. ഇറ്റ് വാസ് എ നൈസ് ജേർണി. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഫാമിലിയൊക്കെ ആയിട്ട് വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ബിക്കോസ് അതൊരു വേറെ വൈബാണല്ലോ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് പുറത്ത് പോകുന്നത്. അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.